ഇനി നമുക്ക് വർഷങ്ങൾക്ക് ശേഷത്തിലോട്ട് വരാം. വിനീത് ശ്രീനിവാസൻ്റെ പ്രത്യേക ഒരു കഴിവാണ് ആക്ച്വലി ആൾക്കാരെ എൻഗേജ് ചെയ്ത് നിർത്തുക. പക്ഷേ ആളുടെ ഒരു സ്റ്റൈൽ എപ്പോഴും ഒരു സെയിം സ്റ്റൈലാണ്. വിനീത് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത പടമാണ്. വൈശാഖ് സുബ്രഹ്മണ്യമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അതിനകത്ത് കുറേ ആക്ടേഴ്സ് ഉണ്ട്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, കല്യാണി, പിന്നെ അജു വർഗീസ്, ബേസിൽ ജോസഫ്. സിനിമാറ്റോഗ്രഫി മിസ്റ്റർ വിശ്വജിത്ത് ആണ്. എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാം. പിന്നെ മ്യൂസിക് അമൃത് രംനാഥ്. ഇതിൻ്റെ ബഡ്ജറ്റ് മറ്റേ പടത്തിനെക്കാട്ടിയും കുറവാണ്. ഏകദേശം 8 കോടിയിലാണ് ഈ പടം എടുത്തതെന്നാണ് റിപ്പോർട്ട്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ലാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ വിനീത് ശ്രീനിവാസൻ്റെ ഒരു പാട്ട് അതിനകത്ത് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. വിനീത് ശ്രീനിവാസന് നമ്മുടെ മലയാളികളുടെ മനസ്സറിയാം. സെല്ലിംഗ് പോയിന്റ് പക്കയായിട്ട് അറിയാവുന്നൊരു ഡയറക്ടർ കം റൈറ്ററാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ. എനിക്ക് ഈ പടം ആവേശത്തിൻ്റെ അത്രയും ഇഷ്ടപ്പെടാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിം ജോണർ പടമാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ സ്റ്റൈൽ. അതേ സ്റ്റൈലിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. ആ ഒരു ഫ്രഷ്നെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. രണ്ടുപേര് സിനിമയുടെ ആഗ്രഹമായിട്ട് സിനിമ എടുക്കാൻ പോകുന്നു, അതിൻ്റെ കുറേ സീന്. പിന്നെ ആദ്യത്തെ സീൻ എനിക്ക് 3 ഇഡിയറ്റ്സിൽ ഒരു ചെറിയ സീനായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഡ്രൈവറായിട്ടാണ് അതിനകത്ത്. കല്യാണിയുടെ റോൾ അതിനകത്ത് ആവശ്യമേ ഇല്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ആവേശത്തിലാണെങ്കിലോ ഒരു ആക്ട്രസ്സും ഇല്ല, ഒരു സിംഗിൾ ആക്ട്രസ് ഇല്ല, ഓൺലി മെയിൽ ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. വർഷങ്ങൾക്ക് ശേഷത്തിനകത്ത് ഫുള്ള് കളേഴ്സാണ്. അതായത് കല്യാണി, പിന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ വൈഫും അതും ആക്ട്രസ്സാണ്. അങ്ങനെ കുറേ ഫുള്ളൊരു മൾട്ടി കളേർഡ് പടമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ കണ്ടുകൊണ്ടിരിക്കാം. സ്ക്രീൻ പ്ലേയിലാണ് അവർ പിടിച്ചു നിന്നത്. അതേപോലെ നല്ല ഡയറക്ഷൻ. പിന്നെ പ്രണവ് മോഹൻലാൽ നമ്മളൊന്ന് ബാക്കിലൂടെ ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് പണ്ടത്തെ ലാലേട്ടൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ബോറാണെന്ന് ഞാൻ പറയത്തില്ല. ഇറ്റ്സ് എ ഗുഡ് മൂവി ബട്ട് നോട്ട് ദ ബെസ്റ്റ് മൂവി. ആവേശത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ദിസ് ഈസ് ഓക്കെ. അല്ല, ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ പൈസ വസൂൽ എന്ന് പറയാം. വർഷങ്ങൾക്ക് ശേഷത്തിന് നമ്മൾ ഒരു 3 കൊടുക്കാം 5-ൽ. തിയേറ്ററിൽ തന്നെ പോയി 2 പടവും കാണുക. രണ്ടും ഫ്ലോപ്പ് ആവത്തില്ല. മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ ഒരു വാവ് ഫീലിംഗ് ഒന്നും നമുക്ക് വരത്തില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ.